സുഹൃത്തുക്കൾ കണ്ട കടലിലെ തവളയാണ് ഇട്ടത്, സീ ഫ്രോഗ്. കല്ലങ്കൂന്തള്ള മുട്ടയുണ്ടോ സുഹൃത്തുക്കൾ. അപ്പം കാണാത്ത കാഴ്ചകൾ തേടി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അകത്ത് ചെറിയ കുട്ടി അല്ലേ ജീവണ്ട്. ഇത് കഴിക്കാൻ നല്ലത് തന്നെ, ഈ മുള്ളുകൊണ്ടാ വിഷമാണല്ലേ. ഹലോ നമസ്കാരം, NBRKൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ കാഴ്ചകൾ കാണാൻ നമുക്ക് വളരെ ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയപ്പോൾ അവിടുത്തെ ഹാർബറിലൊന്ന് സന്ദർശിച്ചു. അപ്പോൾ ഹാർബറിൽ സന്ദർശിച്ചപ്പോൾ ഒരുപാട് ബോട്ടുകൾ കടലിലേക്ക് പോയി അവിടുന്ന് മീനും കൊണ്ട് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഈ വീഡിയോയിലും കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഈ കടലിൽ നിന്നും കരയിലേക്ക് വന്നു കഴിഞ്ഞ് ആ ഒരു വല ക്ലീനാക്കുന്നൊരു പ്രക്രിയ ഉണ്ട്. ആ ഒരു സമയത്ത് വ്യത്യസ്തമായ കടൽ ജീവികൾ, നക്ഷത്രം, അതുപോലെ ഒരുപാട് ഐറ്റംസുകൾ ഇവരെ വല ക്ലീൻ ആക്കുന്ന സമയത്ത് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ടോ, ഇവിടുത്തെ കൊക്കിന് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അതാ അവിടെ കൊക്കി ഇരിക്കുന്നുണ്ട്. പേടിയൊന്നുമില്ല, ഇവരിവിടുന്ന് മീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓഫർ ഫിഷ് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. ഇതെന്താ ഫിഷാ ചേട്ടാ? ആ ജീവണ്ടല്ലോ, സീ ഫ്രോഗ്, കടലിലെ തവള. ആ ഇതാണ് കടലിലെ തവള ചേട്ടാ, ജീവൻ. കടിക്കും അത്? മുള്ളുണ്ട് അല്ലേ? എങ്ങനെ പിടിക്കാം? അങ്ങനെ പിടിച്ചാൽ കുഴപ്പമില്ല, മുള്ളു കൊണ്ടിരിക്കണ്ട. അപ്പോൾ സുഹൃത്തുക്കൾ കണ്ട കടലിലെ തവളയാണ് ഇട്ടത്, സീ ഫ്രോഗ്. ഇത് ബഫർ ഫിഷ് ഇല്ല, അത് ജീവണ്ടോ? ജീവനുണ്ടല്ലേ? മുള്ളാണിത്? കുത്തുവോ? ഇതെങ്ങനെ പിടിക്കാം? നല്ല ജീവനുള്ള ബഫർ ഫിഷാണിത്. ഓക്കെ, അവിടെ നമ്മൾ ചത്തതിനല്ലാണ്ട് അവിടെ ജീവനുള്ള കേട്ടോ. ശത്രുക്കളെ തീർത്താൻ വേണ്ടിയാണ് വീർക്കുന്നത് അല്ലേ? ഇവിടെ ജീവനുള്ള തവളുണ്ട്, ബഫറുണ്ട്. മാന്തള ജീവണ്ടോ? ഇല്ല, മാന്തള ജീവല്ല. ഇതൊക്കെ നമ്മൾ കണ്ട മീനാണോ. അതുപോലെ തന്നെ ശംഖുണ്ട്, ചെറിയ ശംഖ്. അതിനുള്ളിൽ ഞണ്ടുണ്ട്. എന്നാ ഇതിട്ട് കടിക്കൂതേ? ശംഖാക്കുന്നല്ലേ? ഓ, ഇതൊക്കെ കച്ചറ ഇതിന്ന് വന്നാലേ ചെരുപ്പൊക്കെ. പങ്കായം പിടിക്കലാണ്. പങ്കായം പിടിച്ച ഇതെന്താ കട്ടുന്ന ചേട്ടാ? വെയിറ്റിനിടുന്ന? ഓക്കെ. ഇതിൽ വെറൈറ്റി എന്ന് പറഞ്ഞത് തവള കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനത്തിനെ കാണുന്നത്. അതുപോലെ തന്നെ ജീവനുള്ള ബഫർ ഫിഷിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെ ഒഴിവാക്കുക? അത് എടുക്കുമോ? ഇതിനെ ഒഴിവാക്കല കൊണ്ടിരിക്കട്ടോ. അതന്നെ. എന്താ പേരെന്താ? ശബരിയാർ. നിങ്ങളാണ് ഇതിൻ്റെ മെയിനല്ലേ? ഓക്കെ. പൊതുവെ ഇപ്പോൾ കുറവാണല്ലേ? വേലി ഇറക്കണ കയറ്റോ? വേലി ഇറക്കാം അതുകൊണ്ട് ഇറങ്ങി പോയിക്കണല്ലേ? ഒഴുക്ക് കൂടി പോയി, കാറ്റും ഉണ്ട് തോന്നുന്നല്ലേ? ഒഴുക്കാണ്. ചേട്ടന്മാരിങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കട്ടോ. കിട്ടൂല്ലേ? അല്ല, ഇത് ക്ലീൻ ആക്കാന്ന് പറഞ്ഞാലാണ് ടാസ്ക് അല്ലേ? ഇത് ക്ലീൻ ആക്കിയാലേ നാളെ ഉഷാറായിട്ട് ചിരിച്ച് പോകാൻ പറ്റുള്ളൂ. മീനും കിട്ടും. ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവരുടെ ഡ്യൂട്ടി സമയമാണ് ഇപ്പോൾ. വിഷമുള്ള മീനോ? ഏറ്റവും കൂടുതൽ വിഷമുള്ള മീനാട്ടത്.
ഇല്ല 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 ഇല്ല. എങ്ങനെ മുള്ളുണ്ട് അതിന്? ആ ശരിക്കും വിഷമുണ്ടോ? എങ്ങനെ പിടിക്കുന്നതാണ് ചേട്ടൻ പിടിച്ചിട്ടോ? ചത്ത ജീവൻ ഉണ്ടോ? ജീവല്ല. ഒരു മിനിറ്റ് ഏറിയില്ല 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 ഒന്ന് കാണിക്കട്ടെ, ഒന്ന് വെറൈറ്റി കാണിക്കട്ടെ. ഇതാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ള മീൻ. ഇത് വെള്ളത്തിൽ കൊണ്ടുവെക്കട്ടെ, കളയട്ടെ. കണ്ടോ വിഷമുള്ള മീനാണ്. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റി പല മീനുകളും കാണുന്നുണ്ട്. വെറൈറ്റി മീനുകൾ കാണണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞ ഹാർബറിലേക്ക് തന്നെ വരണം. ഞാനൊക്കെ പരപ്പരങ്ങാടി താന്നൂരൊക്കെ പോയിട്ട് ഇതുപോലെ വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഒക്കെ ഉണ്ടാവും, പലവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വിഷമുള്ള മീനാണ്. അതുപോലെ തന്നെ ഫ്രോഗ്, പല മീനുകളും നമ്മളിപ്പോൾ ഇവിടുന്ന് കണ്ട് ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര കാലമായി ഈ ഒരു സംഭവം? നമുക്ക് ഇതിന്റെ പണിയല്ല, ചൂണ്ടപ്പണിയുണ്ട്. ചൂണ്ടപ്പണിയുണ്ട് അല്ലേ? ചൂണ്ടപ്പണിയുണ്ട്. അത് എപ്പോഴാണ് പോവാ ചൂണ്ടിടാൻ? ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് 3 മണിക്ക് പോകും രാവിലെ. അത് രാവിലെ. ആ വലിയ മീൻ അല്ലേ? വലിയ മീനും കിട്ടും, കൊച്ചു മീൻ, ചൂര മീൻ, അതിനൊക്കെ പോകും. അത് എങ്ങനെ ഡെയിലി പോവോ? ആ ഡെയിലി പോകും. അപ്പോൾ ശനിയാഴ്ച മാത്രം പോകില്ല. ശനിയാഴ്ച, ശനി ഞായറും. ഞായറാഴ്ച മാത്രം പോകില്ല. ശനിയാഴ്ച ഇന്ന് പോയിരുന്നോ ചൂണ്ടയുടെ? ഇല്ല, ഇന്ന് വലപ്പോയി. ഇവര് വലപ്പോയി, ഞങ്ങൾ ചൂണ്ടയ്ക്ക് പോയി. അത് കിട്ടിയോ? ഞങ്ങൾക്ക് 4000 രൂപ ഉണ്ടായിരുന്നു. എന്ത് സാധനം? എന്താ കിട്ടിയത്? അയില അല്ലേ? ചൂണ്ടയിലോ? ചൂണ്ട. ഓക്കെ, അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ ഒരു പണിയാവൂല്ലേ? വീട് കടൽ തുണ്ടല്ലേ? ഓക്കെ, വരട്ടെ. മീനാണ് ഇതാ വിഷമുള്ള മീനാ? ആ വിഷമുള്ള മീൻ. ജീവണ്ട്? ഇത് കഴിക്കാൻ നല്ലത് തന്നെ. ഈ മുള്ളു കൊണ്ടാ വിഷമാണ്. വിഷമാണല്ലേ? ഉണ്ടല്ലേ? അതാ നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്, ഒന്നും ചെയ്യില്ല. ശരി. ബ്ലാങ്ക് എന്ന് പറയാം. നാട്ടിലെന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ. ബ്ലാങ്കിനെ പറയാം. ഇത് പിന്നെന്താ? തവള, ആ ഇത് ബഫർ ഫിഷ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും വിഷമുള്ള മീനിട്ട്. ആ ചവിട്ടിന്ന് വെള്ളം കൊണ്ട് കഴിയാൻ ഉണ്ടല്ലേ? അപ്പോൾ സുഹൃത്തുക്കൾ ഇതാണ്ടോ, ഇത് കൂന്തളിൻ്റെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ കൂന്തളിൻ്റെ മുട്ടേൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ കൂന്തളിനെ കാണാൻ പറ്റും. ഈ കൂന്തളിൻ്റെ സ്കിഡിൻ്റെ മുട്ടയാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നു. ഇതിനുള്ളിലുണ്ട് കേട്ടോ, ജീവനുള്ള സ്കിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് എറിയാൻ പോണ്. വെള്ളത്തിൽ കയറിഞ്ഞു. മുട്ട അതിലുണ്ട് ഇട്ടതുണ്ടാവും. ഈ വലയിൽ വന്നാണ് അല്ലേ? ഇപ്പം തിരിച്ചു വന്നു. എത്ര ഇന്ന് പോരാത്തോണ്ടല്ലേ? പൊതുവെ കുറവാണ് ഇപ്പോൾ. അല്ല നിങ്ങളെ ചിലവിനുള്ള കിട്ടിയാ? അത് കിട്ടിയില്ലേ? ലാഭമൊന്നുമില്ല, പക്ഷെ ചിലവിനുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹലോ ചങ്ങന്മാരെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.